ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു ബാത്റൂം നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ് അതിൻ്റെ മെഷർമെൻറ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്നാൽ നീറ്റായിട്ട് നമുക്ക് സൗകര്യപ്രദമായിട്ട് ബാത്റൂമിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നതിന് എന്തിനും തടസ്സങ്ങളില്ലാതെ ചെയ്യാമെന്ന എങ്ങനെയുള്ള ഡീറ്റെയിൽസ് വീഡിയോ ആണ് നമ്മളൊന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യമേ തന്നെ അത് ബാത്റൂമിലേക്ക് നമ്മൾ കയറി വരുമ്പോൾ തന്നെ വാഷ് ബേസിനാണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ കുളിക്കുന്ന ഏരിയ കൊടുത്തു. അതിന് ശേഷമാണ് വാഷ് ബേസിൻ കഴിഞ്ഞു, കുളിക്കുന്ന ഏരിയ കഴിഞ്ഞു. അതിന് ശേഷം നമുക്ക് ക്ലോസറ്റിൻ്റെ ഏരിയ വന്നു. നമുക്ക് ഇങ്ങനെയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്, അതായത് എഞ്ചിനീയേഴ്സിൻ്റെയും അതുപോലെ തന്നെ വീട്ടുകാരുടെ ആവശ്യപ്രകാരം. പക്ഷേ കുറച്ചുകൂടി നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാഷ് ബേസിൻ, ക്ലോസറ്റ്, പിന്നെ അങ്ങേ അറ്റത്തേക്ക് നമുക്ക് കുളിക്കുന്ന ഏരിയ, ഇങ്ങനെ ഒരേ ലെയറിൽ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ബാത്റൂമിൽ നല്ല സ്പേസ് ആയിട്ട് ഫീൽ ചെയ്യും. ഇതും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ നമ്മളിപ്പോൾ ഇനി വാഷ് ബേസിൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ഏകദേശം 34 ഇഞ്ച് നമുക്ക് ടോപ്പ് ലെവൽ, ആ വാഷ് ബേസിൻ്റെ ടോപ്പ് ലെവൽ നമുക്ക് കിട്ടുന്ന രീതിയിലാണ് 34 ഇഞ്ച് ടോപ്പ് ലെവൽ കിട്ടുന്ന രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്നു. അതിന് ഹാഫ് പെഡസ്റ്റൽ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ മുകളിലായിട്ടൊരു മിറർ കൊടുത്തിട്ടുണ്ട്. തൊട്ട് മുകളിലായിട്ടൊരു മിറർ, അത് ഫുൾ ലെങ്ത്ത് നമ്മുടെ തല മൊത്തം ഏറ്റവും ടോപ്പ് വരെ കിട്ടുന്ന രീതിയിൽ കുറച്ച് ഹൈറ്റിലുള്ള ആളുകളാണ്. അത് നമ്മുടെ ഓരോ ആവശ്യക്കാരനുസരിച്ചിട്ടാണ്, വീടുകളിൽ യൂസ് ചെയ്യുന്ന ആവശ്യക്കാരനുസരിച്ച് താഴ്ത്തി ഹൈറ്റിൽ നമുക്ക് മിറർ കൊടുത്തു. പിന്നെ ഒരു മിറർ ലാമ്പ് കൊടുത്തു. പിന്നെ അടുത്ത സെക്ഷൻ എന്ന് വെച്ചാൽ ഡൈവർട്ടറാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഡൈവർട്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് മിക്സഡ് ടാപ്പിന് പകരമായിട്ട് പണ്ട് നമ്മൾ മിക്സഡ് ടാപ്പിനും പകരം ഉപയോഗിച്ചിരുന്ന ഡൈവർട്ടർ സിസ്റ്റമാണ്. അതായത് രണ്ടും കൂടി ഒന്നിച്ച് മിക്സ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഒറ്റ ലെവറിൽ തന്നെ ഈ പറഞ്ഞ ലെവലിലെല്ലാം സ്പൗട്ട് താഴെ മിക്സ് ചെയ്ത് വെള്ളം വരും. ഇനി മുകളിലാണെങ്കിൽ ഷവറിലേക്കും വെള്ളം നമുക്ക് മിക്സ് ചെയ്ത് കിട്ടണമെങ്കിൽ മിക്സ് ചെയ്ത് കിട്ടും. അപ്പോൾ ചൂടുവെള്ളം വേണമെങ്കിൽ ചൂടുവെള്ളം, പച്ചവെള്ളം വേണമെങ്കിൽ പച്ചവെള്ളം, മിക്സ് ചെയ്ത് വേണമെങ്കിൽ മിക്സ് വെള്ളം, അങ്ങനെയും ഉപയോഗിക്കാവുന്ന രീതിയിൽ ഒറ്റ ലിവറിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് സോപ്പ് ഡിഷാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് കുളിക്കുന്ന സമയത്ത് റൈറ്റ് സൈഡാണ് നമുക്ക് കുറച്ചുകൂടി കൈന് വശം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് റൈറ്റ് സൈഡ് നമ്മൾ സോപ്പ് ഡിഷ് കൊടുത്തു. അപ്പോൾ നമ്മുടെ ഡൈവർട്ടർ ഇവിടെ കൊടുത്തിരിക്കുന്നത് 120 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. 120 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ കൊടുത്തു. പിന്നെ നമ്മളൊരു 7 അടി ഹൈറ്റിലാണ് ഏറ്റവും ടോപ്പ്. 7 അടി ഹൈറ്റിൽ നമ്മൾ ഈ പറഞ്ഞ ലെവലിൽ നമ്മൾ ഷവറിൻ്റെ ഡൂം കൊടുത്തു. പിന്നെ ഏറ്റവും അറ്റത്തേക്കായിട്ട് നമ്മൾ ഒരു വാട്ടർ ഹീറ്ററിൻ്റെ ഓപ്ഷൻ കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന വാട്ടർ ഹീറ്റർ ഏറ്റവും മുകളിൽ കൊടുത്തിരിക്കുന്ന സോളാറിൽ നിന്ന് വെള്ളം ചൂടായി വന്നതിന് ശേഷം ലിങ്ക് ചെയ്തിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു സാധാ വാട്ടർ ഹീറ്റർ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. അത് കൂടുതൽ യൂസ് ചെയ്യുന്നത് പകൽ സമയങ്ങളിൽ, അതായത് കാലത്ത് വെളുപ്പിനൊക്കെ നമുക്ക് ചൂടുവെള്ളം കിട്ടില്ല. അപ്പോൾ ആ സമയത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മളൊരു എക്സോസ്റ്റിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇപ്പുറത്തെ സൈഡിലേക്ക് വന്ന ക്ലോസറ്റിൻ്റെ ഏരിയ കൊടുത്തു. ക്ലോസറ്റിൻ്റെ ഏരിയ നിങ്ങൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും, പുഷ് ബട്ടണാണ് കൊടുത്തിരിക്കുന്നത്. അത് ഡയറക്റ്റ് നേരെ ടാങ്കിൽ നിന്നും 1.5 ഇഞ്ച് പൈപ്പ് കൊണ്ടുവന്നതിന് ശേഷം ഒരു പുഷ് ബട്ടൺ, ഇത്ര സെക്കൻഡ് നമുക്ക് കിട്ടുന്ന രീതിയിൽ വെള്ളം നിന്ന് ഫ്ലോ ആയിട്ട് വരുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടോ, ഇതാണ് നമ്മുടെ പുഷ് ബട്ടൺ വരുന്നത്. പുഷ് ബട്ടൺ എന്ന് പറഞ്ഞാൽ ഹൈ ഫോഴ്സിലായിരിക്കും നമുക്ക് വെള്ളം തരുന്നത്. കാരണം ഡയറക്റ്റ് ടാങ്കിൽ നിന്നും ഏകദേശം ഒരു 1.5 ഇഞ്ച് പൈപ്പ് നമുക്ക് മിനിമം ഇതിനെ കൊണ്ടുവരണം. അത്രയും വെള്ളം വേണം അതിൻ്റെ മുകളിൽ കിടന്നാലേ ആ നല്ല ഹൈ പ്രഷറിൽ നമുക്ക് ഈ പറഞ്ഞ വേസ്റ്റ് കാര്യങ്ങൾ അടിച്ച് ക്ലിയർ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ കൊടുക്കുന്നത്. അപ്പോൾ പുഷ് ബട്ടൺ നമുക്ക് ഉപയോഗിക്കാം. പുഷ് ബട്ടൺ വേണമെങ്കിൽ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നു. പിന്നെ നമ്മൾ ഹെൽത്ത് ഹോസിറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്ത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ വാഷ് ബേസിൻ, കുളിക്കുന്ന ഏരിയ, പിന്നെ ക്ലോസറ്റിൻ്റെ ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ നല്ല നീറ്റായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയും സ്പേസ് കാര്യങ്ങൾ നല്ല രീതിയിൽ തന്നെ സ്പേസ് കിട്ടും. നമുക്ക് യാതൊരു കൺജസ്റ്റഡോ കാര്യങ്ങളോ ഒന്നും തന്നെ ബാത്റൂമിൽ ഫീൽ ചെയ്യില്ല. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. എന്നാലേ നമുക്ക് ഇതുപോലെ ഇൻഫോർമേറ്റീവായ വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ലഭിക്കുള്ളൂ. തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.